വിദ്യാപ്രതിഷ്ഠാൻ മൈതാനത്തേക്ക് ഒഴുകിയെത്തിയ 10,000-കണക്കിന് ജനങ്ങളെ സാക്ഷിയാക്കി അജിത് പവാർ ഓർമ്മയിലേക്ക് മറഞ്ഞു. രാവിലെ 7 മണിയോടെയാണ് ബാരാമതി മെഡിക്കൽ കോളേജിൽ നിന്ന് ഭൗതികദേഹം അജിത് പവാറിന്റെ വസതിയിലേക്ക് എത്തിച്ചത്. പിന്നീട് ബാരാമതിയിലെ ഓഡിറ്റോറിയത്തിലും പൊതുദർശനം നടത്തിയ ശേഷം വിലാപയാത്രയായി വിദ്യാപ്രതിഷ്ഠാൻ മൈതാനിലേക്ക് എത്തിച്ചു. റോഡരികിൽ ആയിരക്കണക്കിന് ജനങ്ങളാണ് തടിച്ചുകൂടിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് തുടങ്ങി സംസ്ഥാനത്തെയും ദേശീയ തലത്തിലെയും നേതാക്കളുടെ ഒരു നീണ്ട നിര അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. ലാൻഡിങ്ങിനായി താഴ്ന്നു പറന്ന വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടമായി തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. വിമാനം ഇടതുവശത്തേക്ക് പൂർണ്ണമായി ചെരിയുന്നത് ദൃശ്യങ്ങളിലുണ്ട്. റൺവേയിൽ നിന്നും മാറി താഴ്ന്ന പ്രദേശത്ത് വീണതിന് പിന്നാലെ അഗ്നിഗോളമായി വിമാനം മാറുകയായിരുന്നു. അപകട സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ ബ്ലാക്ക് ബോക്സ് വിശദമായ പരിശോധനയ്ക്കായി കൊണ്ടുപോകും. സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ച വിമാനത്താവളത്തിൽ വ്യോമസേന മെച്ചപ്പെട്ട ATC സംവിധാനം ഏർപ്പെടുത്തി. വിദ്യാപരിഷത്ത് മൈതാനത്തേക്ക് ഒഴുകിയെത്തിയത് 10,000-കണക്കിന് പേരാണ്. ബാരാമതിയുടെ സ്നേഹം ഏറ്റുവാങ്ങിയാണ് അവരുടെ പ്രിയപ്പെട്ട ദാദ യാത്രയാവുന്നത്.